ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിൻ്റെ പരിശോധനയും വിവരം തേടലും നടത്തും. ഇവിടെ ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ. അതെവിടെ എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമല്ല. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല. അപ്പോൾ ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകളുണ്ടാവും. അതിൽ ആരെയും ഒഴിച്ചു നിർത്തില്ല. ഇത് സംബന്ധിച്ച് ഏത് വിവരവും വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെൻറ് കാണുന്നത്. അതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ അത്തരം വിവരങ്ങൾ ധാരാളം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഒരു വാട്സാപ്പ് നമ്പർ സർക്കാർ എക്സൈസ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, പോലീസിൻ്റെ വേറെയുണ്ട്. എക്സൈസിന് ഇത്ര അധികം റെയ്ഡുകൾ നടത്താൻ കഴിയുന്നത് ഈ മാർച്ച് മാസത്തിൽ മാത്രം 14,000 റെയ്ഡാണ് നടത്തിയിട്ടുള്ളത് സംയുക്തമായിട്ട്. മുമ്പില്ലാത്ത തരത്തിൽ റെയ്ഡ് നടത്താൻ കഴിയുന്നത് ജനങ്ങളിൽ നിന്ന് അത്തരം വിവരങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ പിടിക്കാൻ എളുപ്പമില്ലാത്ത പല കേസും ഇപ്പോൾ പിടിക്കാൻ പറ്റുന്നത്. കൃത്യം വിവരങ്ങൾ കിട്ടുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ കണ്ടു കാണും, ഡിക്ഷണറിയുടെ രൂപത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നത് പിടിച്ചല്ലോ. അപ്പോൾ അത്തരം വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയാലും അത് വളരെ ഗൗരവത്തോടെ തന്നെ കാണും. ഒരു വിവരവും ഉദാസീനമായിട്ട് കൈകാര്യം ചെയ്യില്ല, അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. അത് എവിടത്തെ ലഹരി ഉപയോഗം സംബന്ധിച്ചാണെങ്കിലും എവിടെയാണെങ്കിലും. അതാണ് ഞാൻ പറഞ്ഞത്, അതിന് പ്രത്യേക പരിഗണനയില്ല. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിളായിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം, അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ, അവിടെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടി അവിടെയും പരിശോധിക്കേണ്ടി വരും. പക്ഷേ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഹോട്ടലിൽ നിന്ന് ഓടിപ്പോയ, ഇപ്പം ഷൈൻ ടോം ചാക്ക് ഓടിപ്പോയതൊക്കെ ഉണ്ട്. അത് ഇത്തരത്തിൽ അവിടെ ലഹരി ഉപയോഗം നടക്കുന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയാണോ? എന്താണ് നമുക്ക് ഡാൻസ് ഓഫ് നടത്തിയിട്ടുള്ള പരിശോധനയാണ്. ഡാൻസ് ഓഫ് ആണ് പരിശോധന നടത്തിയിട്ടുള്ളത്. പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ 1,17,000-ലധികം വാഹന പരിശോധന ഈ മാർച്ച് മാസത്തിൽ നടന്നു. 14,000 റെയ്ഡ് നടന്നു. 10,000 കേസുകൾ എടുത്തു. 3,000 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എക്സൈസ് നടത്തുന്നു, മറുഭാഗത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് പോലീസ് നടത്തുന്നു. അപ്പോൾ സംയുക്തമായിട്ടുള്ള നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയ മാറ്റം നമുക്ക് കാണാനും പറ്റും. ഈ ഷൈൻ ടോം ചാക്കക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നാണ് നടിയും കുടുംബവും പറഞ്ഞിരിക്കുന്നത്. അതിൽ എക്സൈസ് ഏതെങ്കിലും തരത്തിൽ അവരെ സംസാരിക്കുക, അവരുമായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിൻ്റെ പരിശോധനയും വിവരം തേടലും നടത്തും.